സരോജദളനേത്രി ഹിമഗിരിപുത്രീ അംബ സരോജദളനേത്രി ഹിമഗിരിപുത്രീ നീവദാംബുജമുലേ സദാനം വിജ്ഞാനമ്മ ശുഭമിമ്മ ശ്രീമീനാക്ഷമ്മ സരോജദളനേത്രി ഹിമഗിരിപുത്രീ നീവദാംബുജമുലേ സദാനം വിജ്ഞാനമ്മ ശുഭമിമ്മ ശ്രീവീരാക്ഷമ്മ സരോജദളനേത്രി ഹിമഗിരിപുത്രീ పరాకుసేయక వరదాయకి నీవల దైవములో గములో గలరా పరాకు సేయక వరదాయకి నీవల దైవములో గములో గలరా పురాణి చుగపాణి మధుకరవేణి అంబ పురాణి శుకపాణి మధుకరవేణి సదాశివునికి రాణి పురాణి శుకపాణి మధుకరవేణి సదాశివునికి రాణి పగరి సని పధని సదిదా సానిదవ మగమ బదని పాదమాప మగరి గమగరి ధని ధరి గద గమప గమ బదని పగరి ధని పదని ధరి సానిదవ మగమ బదని పాదమాప మగరి గమగరి ధని ధరి గద గమప గమ బదని సరోజదళనే శ్రీ హిమగిరిపుత్రీ నీవదాంబుజములే సదానం విజ్ఞానమ్మ శుభమిమ్మ శ్రీవీరాజమ్మ సరోజదళనేత్రి హిమగిరిపుత్రీ కోరి వచ్చిన వారికెల్లను కోర్కెలొసగే బిరుదుగదాంబ కోరి వచ్చిన వారికెల్లను కోర్కెలొసగే బిరుదుగదా అతి భారమా నన్ను బ్రోవ తల్లి కృపాలవాల తాళ జాలనే భారమా నన్ను బ్రోవ తల్లి కృపాలవాల తాళ జాలనేరి పగరిదని పడనిదరిద తనిదవ మగమ పదనిరి పగరిదని పడనిదరిద తనిదవ మగమ పదని పాదమాప మగరి గమగరి ధనిదరిగద గమ గమ పదని పాదమాప మగరి గమగరి ధనిదరిగద గమ పదని సరోజదళనేత్రి హిమగిరిపుత్రీ నీవదాంబుజములే సదానం విజ్ఞానమ్మ శుభమిమ్మ శ్రీవీరాక్షమ్మ సరోజదళనేత్రి హిమగిరిపుత్రీ ഒന്ന് മാറുമോ ഇനിയും കാണാലോ ഒന്ന് മാറു 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 അദ്ദേഹം നമസ്കാരം നമസ്കാരം ഞങ്ങള് അദ്ദേഹം ഒന്ന് തല ചായ്ക്കട്ടെ നാളെ കാണാലോ അല്ല ഞങ്ങൾ കുന്താപൂരിന്ന് കച്ചേരിക്ക് ആയിക്കോട്ടെ നാളെ ഒക്കെ തരാക്കാം രാവിലെ വന്നോളൂ ഡൽഹിയിൽ തുടങ്ങിയ യാത്രയാ അങ്ങേരും മനുഷ്യരല്ലേ
അല്പം ഒന്ന് വിശ്രമിക്കട്ടെ. ഇന്നിനി ബുദ്ധിമുട്ടിക്കണ്ട. ചെല്ലു ചെല്ലു, നാളെ കാണാം. ഈ മുറിയിലെത്തുമ്പോൾ ഓർമ്മയുടെ കടലിളകാൻ തുടങ്ങും. എന്തൊക്കെ അനുഭവങ്ങളാ! എന്നിട്ടും അനുഗ്രഹം വാരിക്കോരുന്ന് മനസ്സിലെ മുറം നിറച്ചിരിക്കുന്നു അമ്മ. ഇതിനൊക്കെ എനിക്ക് അർഹതയുണ്ടോന്ന് തോന്നുക. ഗുരുകാരുണ്യം. അവര് ഇന്ന് വിളിച്ചിരുന്നു. ആര്? മേക്കര വാര്യത്തെ ആളുകള്. ജാതകം ഞാൻ വീണ്ടും നോക്കിച്ചു. പൊരുത്തം കേമം. 7ാം ഭാവപതി ഉച്ചത്തിലാ. കോടിക്കണക്കിന് സ്വത്തുള്ള വാര്യം. ഉരുപ്പടിയാണെങ്കിലോ പിടിപ്പത്. കുട്ടിയാണച്ച പവൻ നിറം. ഒത്ത ഉയരം, നല്ല ചേർച്ച. നാളെ കാലത്തന്നെ എല്ലാവരും എത്തുന്ന പറഞ്ഞേക്കണേ. തൽക്കാലം മോതിരമാറ്റം അങ്ങോട്ട് നടത്തുക. അതിപ്പോ എനിക്ക് മായാത്ത മഴവില്ല് ഉണ്ടാവില്ലല്ലോ. മറക്കാൻ വയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഉള്ള് എനിക്ക് അറിയായിരുന്നോണ്ടാന്ന് കൂട്ടിക്കോളൂ. ഇനി അതല്ല, ഒക്കെ മറക്കുക. ഒരു പുതിയ ജീവിതം അമ്മയെ വിചാരിച്ചങ്ങ് തുടങ്ങുക. അത്ര തന്നെ. മനസ്സും തയ്യാറാവുന്നുണ്ട്. ഒറ്റയതിനറിയാലോ എല്ലാം. ഒക്കെ തീരുമാനിക്കാം. തിടുക്കം വേണ്ട. മതി, അവർക്കും തിടുക്കല്ല. കല്യാണം എപ്പോഴാച്ചാ മതി. മോതിരം അങ്ങോട്ട് മാറുക. പിന്നെയൊക്കെ ഞാൻ ആയിക്കോളാം. അതിന് തടസ്സം പറയരുത്. വിശ്രമിക്കുക. എന്നെ കൊണ്ടൊന്ന് പറയണ്ട. ರಾವಿಲೆ തുടങ്ങിയതാ. ಇವರನ್ನು ನೋಡಲು ಯಾರೋ ಬಂದಿದ್ದಾರೆ. ആരാ? ಯಾರಂತ ಗೊತ್ತಿಲ್ಲ. ആരായാലും ഇന്നിനി കാണാൻ പറ്റില്ല. രാത്രിയിലും സ്വസ്ഥത കൊടുക്കില്ല എന്ന് വെച്ചാല് ಏನು ಬೇಕು? ഏന് ബേക്കു. ഇവിടെ ചുപ്പാണ്ടി ഒന്ന് എന്ന് പറയാ. ഓ, അതെ, ആരാച്ചാലും ഇനി കാണാൻ പറ്റില്ലെന്നാ പോറ്റിയുടെ ഓർഡർ. ഒന്ന് കണ്ടാ മാത്രം മതി. ബുദ്ധിമുട്ടില്ലാച്ചാ ഒന്ന് പറയാ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാലും കാര്യമില്ല. പോറ്റി നടയടച്ചു. ഇനി ദർശനം അനുവദിക്കില്ല. നാളെ രാവിലെ വന്നോളൂ. ദൂരെന്ന് വരിക. അമ്പലത്തിൽ ഒരു നോക്ക് കണ്ടു. നാളെ കാലത്ത് പൂവൻ വേണം. അതുകൊണ്ടാ. എല്ലാവരും ദൂരം തന്നെ ഇവിടെ വരണേ. സഹായം ചെയ്യണം, കച്ചേരി ബുക്ക് ചെയ്യണം എന്നൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂ. സഹായമൊന്നും പ്രതീക്ഷിച്ചല്ല. ഒന്ന് കാണുക വേണ്ടു. ഇനി പറ്റില്ല. അത്ര തന്നെ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. പോയി വരാം. എപ്പോഴെങ്കിലും തിരക്കൊഴിയുമ്പോ രാജരാജവർമ്മ വന്നിരുന്നു എന്ന് മാത്രം ഒന്ന് പറയുക. വിരോധമില്ലെങ്കിൽ. നാളെ വരാൻ പറഞ്ഞു വിട്ടില്ലേ? വിട്ടു. നാളെ എന്നല്ല, ഇനി ഈ പരിസരത്ത് വന്ന് കാല് കുത്താത്ത രീതിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്റെ ഭഗവാനെ. രാജരാജവർമ്മയാണ് പോലും. വർമ്മ. രാജരാജവർമ്മ തമ്പുരാനോ? തമ്പുരാനാണോ തമ്പുരാട്ടിയാണോന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ചടേന്ന് കാര്യം കഴിഞ്ഞു. എന്ത് തോന്നിയാസാടോത്താ കാണിച്ചേ? ഈ പോറ്റി അദ്ദേഹത്തിന് എന്ത് പറ്റി? എടോ, ഈ ശരീരത്തിലെ ഓരോ അംശം അദ്ദേഹത്തിന്റെ കോലത്തെ ചോറ് നിന്നുണ്ടായതാണോ? എന്റെ ദേവി, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ? ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റി. അബദ്ധം? നമ്മുടെ തമ്പുരാൻ ഇപ്പൊ അവിടെ വന്നിരുന്നു. തമ്പുരാനോ? എന്നിട്ടെവിടെ? അതല്ലേ പറഞ്ഞത് അബദ്ധായിന്ന്. ആളെ മനസ്സിലാവാണ്ട് ആ ശുപ്പാണ്ടി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. എന്റെ ദേവി, എന്ത് മഹാപാപ ചെയ്തേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടെ ഉണ്ടെങ്കിലും ഞാൻ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു കൊണ്ടുവന്നോളാം. നിൽക്ക, ഞാൻ വരാം. വേണ്ട, സമാധാനായിട്ടിരിക്കുക.
ഇപ്പൊ വരാം. അപ്പോഴേ ಏನ್ ಸ್ವಾಮಿ രാജരാജവർമ്മ എന്ന് പറഞ്ഞൊരാൾ ഇവിടെ അങ്ങനെ വന്നു? ಏನು ಗೊತ್ತಿಲ್ಲ. ഇല്ല അല്ലേ? ക്ഷമിക്കണം. അദ്ദേഹം അവിടുത്തെ ഗുരുവായിരുന്നു എന്ന് അറിഞ്ഞില്ല. സാരില്ല,